കൂണുകളൊക്കെ ഉണ്ടായി തുടങ്ങിട്ടോ. ഇതൊക്കെ ഇന്ന് കിട്ടിയ കൂണുകളാണ്. രാവിലെ പ്ലാവില് വെട്ടാൻ പോയപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കൂൺ പറിക്കുന്നുണ്ട്. ഞാനും അനിയും നോക്കിയപ്പോൾ അവിടുന്ന് കിട്ടിയാണ് ഈ കൂൺ കേട്ടോ. ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ വീണ്ടും ഞങ്ങളെ തോട്ടത്തിൽ നിന്ന് കിട്ടിയ ഈ കൂണുകളാണ് ഇത്. അപ്പം എല്ലാം കൂടെ കിട്ടിയപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ നേരിട്ട്. ഇന്നലെ ഇടി പൊട്ടിയപ്പോഴേ ഉമ്മ പറഞ്ഞു നല്ല കൂണൊക്കെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്ന് രാവിലെ തന്നെ നമുക്ക് ഇത്രയും കൂൺ കിട്ടി. അപ്പൊ നാളെ ഇനി മുതൽ അങ്ങോട്ട് എന്തായാലും കൂണുകളൊക്കെ ഉണ്ടാവും. വെയിലും മഴയും മാറി വന്നുകൊണ്ട് നല്ല കൂണുണ്ടാവും. മാങ്കൂണാണ് ഇപ്പൊ ഉണ്ടായി തുടങ്ങുന്നത്. വെള്ളക്കൂനൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ. ഇതിന്റെ നല്ല ഫ്രഷ് മാങ്കൂണ നോക്ക്. നല്ല വലിയ കൂണുകളാണ് ഈ മാങ്കൂണ് എന്ന് പറഞ്ഞാൽ. വലിയ കൂണ് ഇത് രണ്ടെണ്ണം മതി ശരിക്കും ഒരു കറിക്ക്. ഇതും കൂടെ കൂട്ടിയപ്പോൾ നല്ലൊരു കറിക്കുള്ള കൂണുകളുണ്ട്. നല്ല സൂപ്പർ കൂണുകളാണ്. അപ്പൊ നാളത്തെ പരിപാടി എന്തായാലും രാവിലെ തന്നെ കൂൺ തെരഞ്ഞു പോകണം. ഇന്ന് നിങ്ങൾ പ്ലാവിലൊക്കെ വെട്ടി വെച്ച് നാളെ ഫാമിലെ പണികളൊക്കെ തീർന്ന രാവിലെ തന്നെ കൂൺ തെരഞ്ഞു പോകണം. ഈ കൂൺ എല്ലാവരും ഒന്നും കാണില്ല കേട്ടോ. ഞാനും അനിയും നല്ല കാണും. ഞങ്ങൾ കൂട്ടുകാരൊക്കെ എല്ലാവരും ഒരുമിച്ച് പോകുന്ന സമയത്തൊന്നും എല്ലാവരും കൂൺ കാണില്ല. ആദ്യം കാണുന്ന ആൾ പറിക്കും. നമ്മുടെ മുന്നിൽ തന്നെ കൂണ്ടായ ചില ആളുകൾ കാണില്ല. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്ന് കൂണൊക്കെ കണ്ടു കിട്ടുന്ന ആളുകളാണ് ഞാനും അനിയനും ഉമ്മയും. ഞങ്ങൾ 3 പേരും നല്ല കൂൺ കാണും. അപ്പൊ നാളെ തന്നെ എന്തായാലും ഈ കൂൺ എന്തായാലും കിട്ടും. മാങ്കൂണ് നമുക്ക് കുറ്റികളിലും അല്ലാത്തതിനൊക്കെ ചപ്പലൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും മാങ്കൂണ്. അപ്പൊ ഇത് കൂണ് കാണുന്നല്ല, ഇത് പറിക്കുന്ന ഭയങ്കര രസം. ഞങ്ങൾക്ക് ഭയങ്കര രസമാണ്. മീൻ പിടിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾക്ക് കൂൺ പറയും. മഴക്കാലത്ത് ഇനി ഈ 2 മാസം ഞങ്ങളുടെ മെയിൻ പരിപാടി കൂൺ പറിക്കലായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും ഇതുപോലെ എല്ലാവർക്കും തോട്ടത്തിലൊക്കെ ചെന്നാലും അത് എല്ലാ സമയത്തും ചെന്നുണ്ടാവില്ല. ഇതുപോലെ ഇടി വെട്ടുന്ന സമയം വെയിൽ വരുന്ന സമയമൊക്കെ നോക്കിയിട്ട് കൂൺ തെരഞ്ഞാൽ എല്ലാവർക്കും ഇതുപോലെ നല്ല കൂണുകൾ കിട്ടും.